ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എയർ ടൈൽസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 2 ഇൻ സാന്തേരി വേൾഡ് റിസോർട്ടാണ്. പേരൊക്കെ ഞാൻ പഠിച്ച് അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. പിന്നെ ആരോ യോഗ ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് യോഗ ചെയ്യാം. ഇന്നിവിടെ മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്ത്, പിന്നെ രാവിലെ നോക്കിയപ്പം മഴ പെയ്യുന്നത്. പിന്നെ അവിടെ ബീച്ചിലാണ് യോഗ. അപ്പം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിവള് പറയുന്നു അവർ ചെയ്ത് കാണും. കുറച്ച് നേരം എന്നാലും കുഴപ്പമില്ല. എന്ത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഫ്ലോം പോയല്ലോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഓർക്കിഡ് ഗാർഡൻ, പിന്നെന്താ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് തോന്നുന്നു. പിന്നെ കാറ്റിൽ ഫീഡ്. സമയമുണ്ടെങ്കിൽ എന്തത് മറ്റു സാധനം ചെയ്യുന്ന പെഡൽ ബോട്ടും പിന്നെ ഒന്നുണ്ടല്ലോ കയാക്കിങ്. ഇത് രണ്ടും അവിടെ ഉണ്ട്. അത് സമയമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. പനീർ പറാത്ത, ചിക്കൻ കറി, ക്യാരറ്റ് ഇഡ്ലി സാമ്പാർ, പിന്നെ എന്തൊക്കെയുള്ള ദോശ, പുട്ട്, ഓംലെറ്റ്, അങ്ങനത്തെ സാധനം. അപ്പം നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദോശ വേണമെങ്കിൽ ദോശയുണ്ട്, ബോയിൽഡ് എഗ്, ബ്രെഡ് ഉണ്ടെന്ന് അല്ലേ, അങ്ങനത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, സോസേജൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് സാധനം എടുത്തു. ഇനി അടുത്ത പോയിട്ട് വരുമ്പോൾ അടുത്ത കാണിച്ച്. അങ്ങനെ ഞങ്ങളുടെ മസാല ഓംലെറ്റും കോഫിയും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ഓംലെറ്റ്. ഇത് അവൻ്റെ കഴിക്കാൻ മുട്ടയും സോസേജും, ഞാൻ പാൻ കേക്കും ബ്രെഡും ബട്ടറും കൂടെ എക്സ്ട്രാ എടുത്തു. പിന്നെ കോഫി ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കാറ്റൽ ഫാമിലോട്ട് പോവാണ്. അവിടെ പോയി പശുവിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണ് പശുവിന് ഫുഡ് കൊടുക്കാൻ. ജസ്റ്റ് നമ്മൾ കാണാനേ സമ്മതിക്കുള്ളൂ. ഇല്ല, പിന്നെ മറ്റേ പശുവിന് പാലിൽ മറ്റേ അകിട് കറക്കി പാലെടുത്ത് ചായയുടെ സമ്മതിക്കും. അതും സമ്മതിക്കുന്ന. പശുവിന് ഫുഡ് കൊടുക്കണ്ടേ? നീ ഫുഡ് കൊടുക്കാതെ കഷ്ടപ്പെടുന്ന പശുക്കളായിരുന്നു അത്. അയ്യേ, ഞാൻ ചാണകത്തിൽ ചവിട്ടി. പശു, ഈ പശുവിനല്ല കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞത്. ശരിക്കുള്ള പശുവിനെ കാണിച്ചു തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. പശു ഉണ്ട്, കോഴിയുണ്ട്. ഞാനാണോ? അത് വേറെ കോഴി. ഇനി അല്ലാതെ വേറെയും കോഴിയുണ്ട്. നമുക്കപ്പോൾ അകത്ത് കയറി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. ചാണകത്തിൽ ചവിട്ടി ആദ്യം ഇത് കോഴിയുണ്ട്. ഇതിൽ വേറെ എന്തെങ്കിലും ജീവിയുണ്ടോ ഒന്ന് കോഴിക്ക് ഹായൊക്കെ പറയണം. അടയ്ക്കൊന്നും വേണ്ട. എന്തെങ്കിലും വന്നാൽ ഓടാൻ. അതേപോലെ അതും പുറത്ത് ഓടാതിരിക്കാനാണ് അടച്ചത്. അപ്പോൾ പൂച്ച വരുന്നടി, നീ വരണ്ട ഇങ്ങോട്ട്. അതെ, കൊച്ചൊക്കെ ചെയ്യുന്നു. പാവം. അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് ക്യാമറ അഭിനയം ചെയ്യുന്നു. ഇത്ര അടുത്തൊരു പൂച്ച എനിക്ക് ആദ്യമായിട്ട്. അയ്യോടാ, നമ്മുടെ ബാക്കിൽ കൈസ് ഇവിടെ പശു ഉണ്ട് കൈസ്. ഈ ഓട്ട നമുക്ക് അപ്പുറത്തൂടെ കാണാൻ. പശു ഭയങ്കര ദേഷ്യത്തിൽ നോക്കണം. പശുവിന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വന്ന്. ഞാനും പശുവിനെ കണ്ടിട്ട്. നമുക്കിവിടെ ഒരു പൂച്ച കിട്ടി ഇവിടെ. അയ്യോടാ, മുയലിനെ കണ്ടു. മുയല് ഇവിടെ കണ്ണു നോക്ക. റെഡ് മുയലിനെ റെഡ് തന്നെ ഉറക്കമാണ്. പക്ഷെ എവിടെ എൻ്റെ വീഡിയോ എടുത്തിട്ട് ബാക്കി എല്ലാവരുടെ വീഡിയോ എടുത്താൽ മതി. കുറേ വീഡിയോ ആയി. ഇവിടുത്തെ ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു. നിന്നെ വിളിച്ചേ? മുയലിനെ വിളിച്ചതാണ്. വാ പോവാ.
ഇനി ഇതിനെ കാണാം. സാധാരണ പലയിടത്തും പട്ടികളാണ് ഇങ്ങനെ കാണുന്നത്. പൂച്ച എവിടെ ആള് എല്ലാത്തിൻ്റെ ഓളിനോൾ വ്യത്യസ്തം. അങ്ങോട്ട് പോ, അങ്ങോട്ട്. നിന്റെ കൊണ്ട് വർഗസ്നേഹം കണ്ടോ ഗൈസ്? കോഴിയുടെ അടുത്ത് എത്തിയപ്പോൾ കുറേ നേരം നിൽക്കുന്നു. ഇതിനകത്ത് എന്താ? അവിടെ എന്തോ ഉണ്ടെന്ന്. പൂച്ച നമ്മളെ വഴികാട്ടി തരുക. ഇതിനകത്ത് ലവ് ബേർഡ്സ്. അത് നോക്ക്. ഇത് ഇതിന്റെ ടെറിട്ടറി ആണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, വാല് വെച്ച്. ആണോ? വാലിങ്ങനെയാണ് അതിൻ്റെ അടുത്തോണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളെ വഴികാട്ടി കാണിച്ചു തരുവാണെങ്കിൽ എന്റെ സ്ഥലമാണെന്ന് കാണിക്കുന്നത്. നമ്മളിവിടെ മിസ്സായല്ലോ, അപ്പം അത് വന്ന് കൂടെ ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സ് ഭാഗത്തിരിക്കുന്നു. കുഞ്ഞു പൂച്ച പശുവുമ്പ ഭയങ്കര ട്രെയിൻഡ് ആയതുപോലെ ഉണ്ട്. എന്താ വാലുമൊക്കെ ഇല്ലേ? അങ്ങോട്ട് പോ. പശുമ്പനെ കണ്ടോ? പശുമ്പ ഇത് പശുവല്ലല്ലോ. എനിക്ക് ഇതിനെ തൊടാൻ പേടി. ഹായ്. മണി കിട്ടുണ്ടോ? ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. കഴുത്ത് വെറുതെ അതെ വീഡിയോ. ഇവരെയും കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്ക്, കുഞ്ഞു പശു. ചേട്ടനൊന്ന് കുട്ടുമുണ്ട്. അല്ല ഇത് നീവാ പാലക്കാട്ടൊന്നുണ്ട്. പാല് കുടിക്കുന്നു. ഈച്ച കയറിപ്പോന്ന് കണ്ണിലൊക്കെ. നല്ല കളറല്ലേ, ബ്രൗണ്. എൻ്റെ കൺപീലിയൊക്കെ ബ്രൗണ്. ഒരു കൊമ്പില്ല, ഒടിഞ്ഞു വന്നു. അതിൽ കുഴിയാണേ, വീടല്ല. അയ്യോ, സംഭവം അതിന്റെ റിഫ്ലക്ഷൻ കാണുകയാണ് കേട്ടാ. അപ്പം നമ്മൾ ഓർക്കിഡ് ഗാർഡനിലോട്ട് പോവാണ്. ഇവിടെ എവിടെയോ ആരോ എടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കണം ഓർക്കിഡ് ഗാർഡൻ. കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാവേ. നല്ല രസമുള്ള നോക്കുക കേട്ടോ ഇത്. ഞാനിതിൽ കുറേ നേരം സൈക്കിള് ചവിട്ടി. ഒന്നും ചവിട്ടുന്നില്ലേ? ഇത് സമയം കണ്ടു. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇങ്ങോട്ടാണ് ഓർക്കിഡ് ഗാർഡനിലോട്ട് പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇതാ ഓർക്കിഡ്. ഇതേ അതിൻ്റെ ഉള്ളിലുണ്ട്. കുളം. ഇതൊക്കെ നാച്ചുറൽ കുളമല്ലേ? കണ്ടിട്ട് നാച്ചുറലായിട്ടാണ് മേടിക്കും. നമുക്ക് കഴിഞ്ഞിട്ട് ഓർക്കിഡ് കൂട്ടി നിൽക്കില്ലാന്ന്. ഈ പെബിൾസൊക്കെ വെച്ചിട്ട് വാക്ക് ചെയ്ത് എല്ലാം സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എല്ലാം ഓർക്കിഡാണ്. ഇവിടെ ഓർക്കിഡുള്ളത്. ഇതാണ് ഓർക്കിഡ്. കണ്ടോ? പൂവൊക്കെ വരുന്നേ ഉള്ളൂ നിന്നല്ലേ. ചിലപ്പോൾ സീസൺ ആയിരിക്കത്തില്ല. ഇവിടെയുണ്ട്.
അപ്പുറത്തുണ്ട്. മഞ്ഞ കളർ. ഇത് താഴെയുണ്ട്. ഇത് കൊള്ളാല്ലേ. ശരിക്കും ഒരു പാമ്പിൻ്റെ ഒരു ഇതുപോലെ. എനിക്ക് ഇത് കാണുമ്പോഴേ നമ്മൾ പണ്ട് കയ്യിലൊരു സാധനം അടിക്കില്ലേ, അതിൻ്റെ ഒരു ഷേപ്പ് പോലെ. ചുടക്കല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇത് നമ്മളെപ്പോഴും കാണുന്ന ഓർക്കിഡല്ലേ, വൈറ്റും. അതുപോലെ അത് ഇവിടെ ഉണ്ട്. മഴ പെയ്ത് തന്നെയാണ് വെള്ളമൊക്കെ. ഇതിൻ്റെ ഇതുണ്ടോ ചെടിച്ചട്ടിയുടെ ബോട്ടിൻ്റെ ഷേപ്പിൽ. കൊള്ളാലേ. ഇതാണ് ഇവിടുത്തെ ഓർക്കിഡ് ഗാർഡൻ. പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വാക്ക് ഉണ്ട്. അത് ഇങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, പോയി നോക്കാം. ഇത് മണി പ്ലാന്റ് ഇല്ലേ? പക്ഷെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് സൂപ്പറാട്ടോ. എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഇവിടെ ഉണ്ട് ഓർക്കിഡ്. നമ്മൾ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്നു ഓർക്കിഡൊന്നും. ഉണ്ട് തേനീച്ചയാണോ? എന്തോ അവിടെ വീട്ടിലുള്ളതല്ലേ. ഇനി നമുക്ക് ഈ വാക്ക് വേ കൂടെ ഇറങ്ങാം. എങ്ങോട്ടാണ് പോകുന്നത് നോക്കാവേ. ബട്ടർഫ്ലൈ ഗാർഡൻ. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പുള്ളിക്കാരി പറഞ്ഞല്ലോ ബട്ടർഫ്ലൈ ഗാർഡൻ. ആ ടൈമിൽ ബട്ടർഫ്ലൈസ് കുറവായിരുന്നു, വെയിലൊക്കെ ആയതുകൊണ്ടെന്നാണ് പറഞ്ഞത്. ഇതിലെന്തോ ഒരു സാധനം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു പൂവിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ടർഫ്ലൈ ഗാർഡൻ എന്നാണ് പറഞ്ഞത്. ഇത് നാച്ചുറൽ പോണ്ടാണ്, ചെറുത് ചെറിയ നാച്ചുറൽ പോണ്ട്. അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ പറഞ്ഞത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ കൊതുക് ശല്യം കൂടുതലെന്ന് പറഞ്ഞത്. ചെരിപ്പൂരി പോയി ഗൈസ്. അതേ ബട്ടർഫ്ലൈ അതിവിടെ ഉണ്ട്, ബോർഡുണ്ട്. ഇതൊക്കെ ബട്ടർഫ്ലൈ വരുന്നതാണ്. ഇതല്ലേ അവിടെ ഒരു ബട്ടർഫ്ലൈ ഇരിക്കും. അത് കാണാനൊന്നുമില്ല, അങ്ങോട്ട് പോയി നോക്കാം. വെസ്റ്റ് ഇൻഡീസ് നല്ല ചെയ്തെടുക്കാൻ. ഇത്രയും വെറൈറ്റി ബട്ടർഫ്ലൈ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചെടിയൊക്കെ നിൽക്കാൻ നോക്കിപ്പോ. അങ്ങോട്ട് പോകണില്ല, അങ്ങോട്ട് ഇങ്ങ് വരാം. അങ്ങൊന്നും പോകാൻ പറ്റില്ല, നിറയെ ചെടി. അതാണ് അതിൻ്റെ വേണം വീഡിയോ എടുക്കാം. ഫോണ് വീഡിയോ കണ്ടോ, ബട്ടർഫ്ലൈ കണ്ടോ, കൊള്ളാല്ലേ. ഇതിലാണെന്ന് തോന്നുന്നു ആ ഒരു സംഭവം ഉള്ളത്, ഈ ബട്ടർഫ്ലൈനെ ആകർഷിക്കുന്ന സാധനം. ഇതൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലാക്കും കൂടെ വരുന്ന കോമ്പിനേഷനുള്ള ബട്ടർഫ്ലൈ. ഇത് രണ്ട് സെയിമാണ്. ഇപ്പോൾ തൽക്കാലം രണ്ടാണ് ഇവിടെ കാണുന്നത്. ഇതാണ് കേട്ടോ ആ ചെടി. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് അതിൻ്റെ ആ ഒരു വിത്ത് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിലാണ് പോയി ഇതിരിക്കുന്നത്.